വചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വചന വിചിന്തനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഈ വിചിന്തനം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ തലങ്ങളിലേക്ക്, ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലേക്കൊക്കെ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ച് നമ്മെ ഒരു പുതുജീവിതത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പസ്തോല പ്രമുഖനായ പത്രോസ്ലീഹ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിലെ 2 കാര്യമാണ് പ്രത്യേകമായിട്ട് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് സഭ നമുക്ക് നൽകുന്നത്. ഒന്ന്, നമ്മുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്ന്, നമ്മുടെ ആത്മാവിനെതിരായി പോരാടുന്ന ശരീരത്തിൻ്റെ ഒരു പ്രവണതയെക്കുറിച്ച് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പസ്തോലൻ പറയുന്നത് ഇതാണ്: ഈ ലോകത്ത് നമ്മൾ പ്രവാസികളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നമ്മുടെ ഭവനം ഇതല്ല എന്നാണ് ചുരുക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് ചെല്ലേണ്ടവരാണ്. നമ്മെ കാത്തിരിക്കുന്ന ഒരപ്പൻ അവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവണതകളെക്കുറിച്ചാണ്. വചനം, ഗലാത്യ ലേഖനം അത് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 5-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം ജഡത്തിൻ്റെ പ്രവണതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അപ്പോൾ ഒരു കാര്യം വചനം നമ്മെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാവിന് ഒരു പ്രേരണയുണ്ട്, ഒരാഗ്രഹമുണ്ട്. പക്ഷേ ഇതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ തടസ്സപ്പെടുത്തുന്ന, ഈ ആത്മാവിൻ്റെ പ്രേരണയെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ജഡത്തിൻ്റെ മോഹം നമ്മിലുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിൻ്റെ പ്രേരണ എന്താണെന്നും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണെന്നും ഒരു വിശ്വാസി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇവ തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിച്ച് നിത്യതയിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അതിനുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ എന്താണ് ജഡത്തിൻ്റെ വ്യാപാരം? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം പറയുകയാണ്. 19, 20, 21 വചനമാണത് പറയുക. ജഡമോഹത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് ഒറ്റപ്പെട്ടതല്ല, ആർക്കെങ്കിലുമൊക്കെ കുറച്ച് പേർക്ക് മാത്രമുള്ളതല്ല. എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ആർക്കും ഒഴിവുകഴിവില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ജഡത്തിൻ്റെ മോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാത്ത ഒരു മനുഷ്യനുമില്ലെന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്താണെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇതും ഇതിന് സാദൃശ്യമായ മറ്റു പ്രവൃത്തികളും. ഇതാണ് ജഡത്തിൻ്റെ വ്യാപാരമെന്ന് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതറിയാത്ത
ഒരു വ്യക്തിയും ഈ ലോകത്തുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയവരിൽ ആരും തന്നെ ഇത് അറിയാതെ പോയവരുണ്ടാവില്ല. ഈ ജഡത്തിൻ്റെ വ്യാപാരത്തെ അതിജീവിക്കാൻ ശ്രമിച്ച് ഒരുപക്ഷെ രക്തസാക്ഷിത്വം അത് ശരീരത്തിലാവാം, ആത്മാവിൻ്റെ തലത്തിലാകാം, മനസ്സിൻ്റെ തലത്തിലാകാം, ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി നിത്യത പുലകിയ അനേക വിശുദ്ധാത്മാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ത്യാഗം, ഒരു സഹനം, ഒരു സമരം നമുക്ക് ആവശ്യമാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരു സമരമുഖത്താണ് നിൽക്കുന്നത്. എന്താണ് സമരം? ഒരുപക്ഷെ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ചിലർ വിചാരിക്കുന്നത് കുടുംബമാണ് നമ്മുടെ പ്രശ്നം. ഭർത്താവ് വിചാരിക്കും ഭാര്യയാണ്, ഭാര്യ വിചാരിക്കും ഭർത്താവാണ്, മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ, അല്ലെങ്കിൽ അമ്മായിമ്മ മരുമകൾ, മരുമകൾ അമ്മായിമ്മ, ഇങ്ങനെ തുടങ്ങി നമ്മൾ പരസ്പരം ആണ് നമ്മുടെ ശത്രു എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാലഘട്ടം നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് പുറത്ത് ആരുമല്ല നമ്മുടെ ശത്രു. നമ്മെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു വ്യക്തിക്കും സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തോൽക്കണമെങ്കിൽ നാം നമ്മെ തന്നെ തോൽപ്പിക്കണം. ഞാൻ എന്നെയല്ലാതെ മറ്റൊരാളെയും എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല, മറ്റൊരാൾക്കും എന്നെ തോൽപ്പിക്കാനും സാധ്യമല്ല. ഞാൻ തോൽക്കണമെങ്കിൽ ഞാൻ തന്നെ എന്നെ തോൽപ്പിക്കണം. എവിടെയാണ് ഈ തോൽവിയും ജയവും എന്നൊക്കെ പറയുന്നത്? എൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കെതിരായുള്ള സമരയുദ്ധത്തിൽ, സമരമുഖത്ത് എൻ്റെ ആത്മാവിൻ്റെ പ്രേരണകളെ പിൻചെല്ലാൻ വേണ്ടി എൻ്റെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളോട് യുദ്ധം ചെയ്ത്, സമരം ചെയ്ത്, വെട്ടിമുറിച്ച്, ഇല്ലാതെ ചെയ്ത് ഞാൻ തന്നെ അല്ലാതെയായി മാറി എൻ്റെ ആത്മാവ് വളരുമ്പോൾ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ അവിടെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് അവിടെ ഞാൻ വിജയിക്കും. അങ്ങനെ വിജയിക്കാൻ എപ്പോൾ എനിക്ക് സാധിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചുള്ള ജീവിതമാണ് എൻ്റെ ജീവിതമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇതിനൊത്തിരിയേറെ നാം ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്, ഒരു വേള ക്രൈസ്തവ ജീവിതം എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് പൊതുവായി പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതൽ, അതാരുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ജാതിമത ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്താണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കൊരു ദൈവമല്ലേ ഉള്ളൂ, സ്നേഹിക്കുന്ന ഒരു പിതാവ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യത ലഭിച്ച നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ പ്രേരണകളെ അനുസരിച്ച് ജീവിക്കാൻ നമുക്കൊരു കടമയുണ്ട്, നമുക്കൊരു ദാഹമുണ്ടാകണം. അതിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ എന്താണെന്നറിയണം, ജഡത്തിൻ്റെത് എന്താണെന്നറിയണം. ജഡത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ആത്മാവിൻ്റെ പ്രേരണ എന്താണ്? അതേ അധ്യായത്തിൻ്റെ തന്നെ 22-ാമത്തെ വചനം പറയുകയാണ്, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. നോക്കൂ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ എത്രത്തോളം വളരുന്നുവോ അതിൻ്റെ തോതനുസരിച്ച് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഇല്ലാതെയാകും. ചിലർ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ വർദ്ധിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അതൊരു തെറ്റായ ചിന്തയാണെന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം നമ്മിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ വളരാൻ നാം അനുവദിച്ചു കൊടുക്കുന്നുവോ, ആത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിശ്രമമുണ്ടല്ലോ. ഈ ആഗ്രഹിക്കുന്നതിൻ്റെ തോതനുസരിച്ച് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോകും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, അതാരുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എൻ്റെ കുടുംബത്തിൽ ആരംഭിക്കണം ഈ സ്നേഹം. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങണം, അപ്പനെ സ്നേഹിക്കാൻ തുടങ്ങണം, മക്കളെ സ്നേഹിക്കാൻ തുടങ്ങണം, സഹോദരങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ തുടങ്ങണം. എൻ്റെ കുടുംബത്തിൽ സ്നേഹം ആരംഭിക്കണം. ഈ സ്നേഹത്തിനൊരു പരിധിയില്ല. എവിടെ പരിധി വയ്ക്കാൻ തുടങ്ങുന്നുവോ അവിടെ സ്നേഹമല്ലാതെ ആയി തീരുകയാണ്. സ്നേഹത്തിനൊരു അതിർവരമ്പില്ല. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട്, ചിലർ പറയാറില്ലേ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതൊരു തെറ്റായ ചിന്തയാണ്.
ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട്, പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ആർക്കും നന്മ ചെയ്യരുത്. പ്രതിഫലം എവിടെയാണുള്ളത്? പ്രതിഫലം സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. വലത് കൈ ചെയ്യുമ്പോൾ ഇടത് കൈ അറിയുക പോലും അരുത്. അത്രയ്ക്കും രഹസ്യമായിരിക്കണം നീ ചെയ്യുന്ന സൽപ്രവൃത്തികൾ. എന്നിട്ട് അപ്പം നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഈ സൽപ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് ആരും കാണാതെ പോയാൽ മോശമല്ലേ? ആരും കാണാതെ പോയാൽ എൻ്റെ പ്രയത്നമൊക്കെ ശൂന്യമായി പോവില്ലേ? ഫലശൂന്യമാവില്ലേ? പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, നിന്റെ സൽപ്രവൃത്തികൾ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് കാണുന്നു. നിന്റെ പ്രവൃത്തികൾ കാണേണ്ടത് നിനക്ക് പ്രതിഫലം തരാൻ, ശാശ്വതമായ പ്രതിഫലം തരാൻ കഴിയുന്ന ദൈവപിതാവാണ് നിന്റെ ഹൃദയം കാണുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, ഓരോ ചലനവും അറിയുന്ന ഒരു പൊന്നു തമ്പുരാൻ നമുക്കുണ്ട്. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ ചെയ്യുന്ന സൽപ്രവൃത്തികളും തിന്മ പ്രവൃത്തികളും എല്ലാം ഇന്നെന്നതുപോലെ ലൈവായിട്ട് കാണുക എന്നൊക്കെ പറയില്ല നമ്മൾ, എന്നതുപോലെ തന്നെ ദൈവസന്നിധിയിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ഒന്ന്, നമ്മുടെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ തലത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ വളരേണ്ടിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ട് ഫലം ചൂടി നിൽക്കേണ്ട ജീവിതമാണ് നമ്മുടെ ജീവിതം. എന്തിനാണ് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ജഡത്തിൻ്റെ പ്രവണതകളെ അരിശപ്പെടാൻ, കോപിക്കാൻ, പൊട്ടിത്തെറിക്കാൻ? നമ്മളൊക്കെ പറയില്ലേ, പെട്ടെന്ന് പൊട്ടിത്തെറി, ഇതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണെന്നാണ് ചിലർ പറയുക. ഈ സ്വഭാവത്തിൻ്റെ ഭാഗത്തെ അറുത്ത് മുറിച്ചിട്ട് എൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് എൻ്റെ സ്വഭാവത്തെ ഞാൻ അങ്ങ് രൂപപ്പെടുത്തി കഴിയുമ്പോൾ മറ്റൊരു ക്രിസ്തു, പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് ഒരു ദൈവ പൈതലിന് സാധിച്ചാൽ, ഒരു ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞിന് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അതിൽ കൂടുതൽ എന്ത് സാക്ഷ്യമാണ് നമുക്കുള്ളത്? അപ്പോൾ ഓർക്കേണ്ടതൊന്ന്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കല്ലേ, ആത്മാവിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആത്മാവിൻ്റെ പ്രേരണയെ അതിലംഘിക്കുന്ന മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് നമ്മെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇതിനെന്താണ് കാരണം പറഞ്ഞത്? നാം ഇവിടെ പ്രവാസികളായിരിക്കുക, നമുക്കൊരു ഭവനമുണ്ട്. ഈശോ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈശോ പോവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈശോ ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആകുലപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരും. ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഞാൻ എന്നത്തേക്കുമായി പോകുകയല്ല, പോയിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുന്നത് എന്തിനാണ്? അവനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അവനെ പ്രതി ജഡത്തിൻ്റെ വ്യാപാരങ്ങളോട് യുദ്ധം ചെയ്ത് ആത്മാവിൽ വിജയം വരിച്ചവരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നമുക്കായി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട്, പോകാൻ ഒരിടമുണ്ട്. നമുക്ക് ഒരിടമുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുമ്പോൾ ഒരിടമില്ലെന്ന് പറയരുത് പ്രിയപ്പെട്ടവരെ. നമുക്കൊരിടമുണ്ട്. നമ്മെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വർഗീയ പിതാവുണ്ട് നമുക്ക്, പുത്രനായ തമ്പുരാനുണ്ട് നമുക്ക്, പരിശുദ്ധാത്മാവ ദൈവമുണ്ട് നമുക്ക്, നമ്മെ കാത്തിരിക്കുന്ന വേറൊരു അമ്മയും ഒരു അപ്പനും നമുക്ക് സ്വർഗത്തിലുണ്ട്, പരിശുദ്ധ അമ്മയും യൗസേ പിതാവും. നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാർ അവിടെയുണ്ട്, സ്വർഗീയ വൃന്ദമുണ്ട്, മാലാഖമാരുണ്ട്. ഒരു വലിയ ആനന്ദത്തിൻ്റെ ഒരു ഭവനം എന്നെയും നിങ്ങളെയും ഒക്കെ കാത്തിരിപ്പുണ്ട്. ആ ഭവനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, ആ ഭവനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൻ്റെ വ്യാപാരങ്ങളെ, ആഗ്രഹങ്ങളെ, ആകർഷണങ്ങളെ വേണ്ട എന്ന് വെച്ച് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം പറയുന്നു, 3:20, ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എവിടെ നമ്മുടെ പൗരത്വം? നമ്മൾ വിചാരിക്കുന്നത് ഇവിടെയാണെന്നാ. നമ്മളൊക്കെ നമ്മുടെ പൗരത്വം ഉറപ്പിച്ച് ഇവിടെ ഇങ്ങനെ സ്ഥിരം കുറ്റിയടിച്ച് നിൽക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഞാൻ ഇന്ത്യ പൗരനാണ്,
അല്ലെങ്കിൽ ഞാൻ കേരളീയനാണ്, ഇങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട് പറയാൻ. എന്നിട്ട് അവിടുത്തുകാരനാണെന്ന് പറഞ്ഞ് കുറേ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി വാദിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പ്രിയപ്പെട്ടവരെ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇവിടെ നമുക്ക് പൗരത്വമുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന്? വെറുതെയാണ്. ഒരു ദിവസം ഞാനും നിങ്ങളൊക്കെ ഇവിടുന്ന് പോകണ്ടേ? നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ. കണ്ടോ, എപ്പോഴാണ് നമുക്കറിയില്ല. മരണം ഏത് സമയത്തും നമ്മെ മാടി വിളിക്കും, നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ പൗരത്വം, ഞാൻ ഇവിടുത്തെ പൗരനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ പൗരനാണെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കണ്ടേ? നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത്രയും കാലം, എനിക്കിഷ്ടമുള്ളത്രയും കാലം ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ പൗരത്വം ഇവിടെയാണെങ്കിൽ നമുക്കങ്ങനെ പറയാൻ കഴിയണ്ടേ? അപ്പം നമുക്കത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നാളെക്കുറിച്ച് സ്വപ്നം കാണുന്നവരും കണക്ക് കൂട്ടുന്നവരുമാണ്. നാളെക്കുറിച്ച് കണക്ക് കൂട്ടുന്നവരാണ്. അങ്ങനെ കണക്ക് കൂട്ടി നാളത്തെ കഴിഞ്ഞ് അടുത്ത മാസം, അടുത്ത വർഷം, വരുന്ന വർഷങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടി കളപ്പുരകൾ വലുതായി പണിയുന്ന ഞാനും നിങ്ങളുമൊക്കെ ഏത് നിമിഷത്തിലും ഇവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട്, കണ്ടില്ലേ ചിലരൊക്കെ യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, ഇതേ കുഴഞ്ഞു വീണു മരിച്ചു. റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വണ്ടി തെറ്റി ഇതേ വീണു, തീർന്നു, കഴിഞ്ഞു ജീവിതം. അവിടം കൊണ്ട് അവസാനിക്കുന്ന ജീവിതം. ഇവിടെയാണ് പൗരത്വം എന്ന് വിചാരിച്ച് നമ്മൾ വിഡ്ഢികളായി മാറരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒരു തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ വളരണം. ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടേ? നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്ത് ഒരു നിത്യത. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിത്യജീവൻ. അത് എല്ലാ കാലവും നിത്യത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു അവസാനമില്ല. ഈ ലോക ജീവിതം നിത്യതയല്ല, ഇതെപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. പക്ഷേ നമുക്കൊരു ജീവിതമുണ്ട് നിത്യതയോളം എത്തി നിൽക്കുന്ന ഒരു ജീവിതം. അവിടെ പിന്നെ കാലങ്ങളില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലൊക്കെ പറയുന്നത് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ അവിടെ പകലെന്നില്ല, രാത്രിയെന്നില്ല. കാരണം മുഴുവൻ സമയം പ്രകാശമാണ്. പകല് സൂര്യനോ രാത്രി ചന്ദ്രനോ അവിടെയില്ല. അവിടെ പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യനായ യേശു ക്രിസ്തു, ഞാനാണ് പ്രകാശമെന്ന് പറഞ്ഞ യേശു ക്രിസ്തു നിത്യപ്രകാശമായി അവിടെ പ്രകാശിച്ചിരിക്കുമ്പോൾ അവിടെ പകലുമില്ല, രാത്രിയുമില്ല, കാലങ്ങളില്ല. അത് നിത്യതയാണ്. ആ നിത്യതയിലാണ് നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പൗരത്വം ഇവിടെയല്ലെങ്കിൽ നാം പൗരത്വം ഉറപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ എവിടുത്തെ പൗരന്മാരാണോ അവിടെയാണ് നമ്മുടെ പൗരത്വം ഉറപ്പിച്ചു വെക്കേണ്ടത്. എന്നിട്ട് അതിനു വേണ്ടി നാം അധ്വാനിക്കണം. പൗരത്വം അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും കൂടെ ചെയ്യണ്ടേ? ആ പൗരത്വം സ്വന്തമാക്കണമെങ്കിൽ, അവിടേക്ക് ചെല്ലണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നാം ഇവിടെ ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ പത്രോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ആ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കണം. ആത്മാവിൻ്റെ പ്രേരണയെ നശിപ്പിക്കുന്ന ജഡത്തിൻ്റെ മോഹങ്ങളെ നിങ്ങൾ അതിനെ അതിജീവിക്കണമെന്നാണ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മൾ ഇവിടെ പരദേശികളാണെന്നുള്ള ചിന്തയോടുകൂടെ ജീവിച്ച് നിത്യതയിലെത്താൻ ശ്രമിക്കണമെന്ന് പറയുകയാണ്. പൗലോസ് സ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണുനീരോടെ ആവർത്തിക്കുകയാണ്. കുരിശിൻ്റെ ശത്രുക്കളായി, ക്രിസ്തുവിൻ്റെ ശത്രുക്കളായി നിങ്ങളെ പലരും ജീവിക്കുന്നു എന്ന് കണ്ണുനീരോടെ ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണെന്ന് പൗലോസ് സ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും ഒക്കെ നമ്മെ നോക്കിയിട്ട് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പറയുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശത്രുവായി മാറുകയാണ്, കുരിശിൻ്റെ ശത്രുവായി മാറുകയാണ്. ക്ഷമിക്കാൻ കഴിയുന്നില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്നില്ല, സാരമില്ല എന്ന് വെക്കാൻ കഴിയുന്നില്ല, ഒന്ന് താന്നു കൊടുക്കാൻ കഴിയുന്നില്ല. ഞാനോ നീയോ വലുത് എന്ന ചിന്തയാണ് നമ്മെ മതിക്കുന്നത്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ ശത്രുവായി മാറുകയാണ്.
ക്രിസ്തുവിൻ്റെ കുരിശിനെ നാം വേദനിപ്പിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കുരിശിലേക്കൊന്ന് നോക്കിയാൽ അവിടെ എവിടെയാ പ്രിയപ്പെട്ടവരെ ഞാനോ നീയോ എന്ന ചിന്ത? താന്നു കൊടുത്തില്ലേ കർത്താവ്? നിന്നു കൊടുത്തില്ലേ? കുരിശുമരണത്തോളം അവൻ തന്നെ താഴ്ത്തിയില്ലേ പ്രിയപ്പെട്ടവരെ? കുടുംബജീവിതത്തിൽ ഒരല്പമൊന്ന് താഴാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്വർഗമായി മാറുമായിരുന്നില്ലേ? അപ്പനൊന്ന് അമ്മയോട് ഒന്നല്പം അഡ്ജസ്റ്റ്മെൻറ്റിന് നിന്നിരുന്നെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സ്വല്പം താഴാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ, അതൊരു പക്ഷേ ഭർത്താവ് താഴണമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ താഴണമായിരിക്കാം. നമുക്കൊരു ചിന്ത ഒരുപക്ഷെ മലയാളികളുടെയൊക്കെ മനസ്സിൽ ആദ്യകാലം മുതലേ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയാകാം, പുരുഷൻ താഴേണ്ട കാര്യമില്ല, അവൻ ശിരസ്സായതുകൊണ്ട് അവൻ അങ്ങനെ ഉയർന്നു നിൽക്കണം, ഭാര്യയാണ് എപ്പോഴും താഴേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരുപക്ഷെ ഒരു മിഥ്യാധാരണയാകാം. നമ്മളിങ്ങനെ ഉയർന്നു നിന്നതുകൊണ്ട് നിത്യതയിലെത്താൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. കാരണം ഉയരം കൂടിയാൽ അങ്ങോട്ട് കയറാൻ ചിലപ്പോൾ ഇച്ചിരി പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഒന്ന് താന്നു കൊടുക്കുന്നതായിരിക്കാം നല്ലത്. കുടുംബജീവിതത്തിൽ ജീവിത പങ്കാളി നീ ഒന്ന് താന്നു കൊടുത്തിരുന്നെങ്കിൽ നിന്റെ കുടുംബം എത്രയോ ആനന്ദപ്രദമാകുമായിരുന്നു. പ്രിയപ്പെട്ട അമ്മേ, കുടുംബത്തിൽ ഒന്ന് താഴാൻ നിന്നിരുന്നെങ്കിൽ, സ്വല്പം ഒന്ന് താന്നിരുന്നെങ്കിൽ, മരുമകളുടെ മുമ്പിൽ ഒരല്പം ഒന്ന് താന്നിരുന്നെങ്കിൽ, അമ്മായിമ്മയുടെ മുമ്പിൽ ഒരല്പം ഒന്ന് താന്നിരുന്നെങ്കിൽ, കുടുംബത്തിൽ സഹോദരങ്ങളുടെ മുമ്പിൽ ഒരല്പം ഒന്ന് താന്നിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്രയോ ധന്യമാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒന്നല്പം താന്നു കൊടുക്കാൻ ജഡം നമ്മോട് പറയും, നീ താന്നു കൊടുക്കേണ്ട കാര്യമില്ല, നീ അമ്മായിമ്മയല്ലേ, നീ മരുമകളല്ലേ, നീ ഭർത്താവല്ലേ, നീ അപ്പനല്ലേ, ഇങ്ങനെ കുറേ കാരണങ്ങൾ നമ്മളോട് പറയുന്ന അവിടെ ജഡം. നീ താന്നു കൊടുക്കേണ്ട കാര്യമില്ല, നീ അധ്യാപകനല്ലേ, അല്ലെങ്കിൽ നീ ഒരു അധികാരിയല്ലേ, നീ എന്തോ സംതിങ് ആണല്ലോ, അതുകൊണ്ട് നീ താന്നു കൊടുക്കേണ്ട. നീ താന്നു കൊടുത്താൽ അതൊക്കെ ഇല്ലാതെയാകുമെന്ന ഒരു മിഥ്യാധാരണ നമ്മുടെ ജഡം നമ്മോട് പറയുമ്പോൾ, കുഞ്ഞെ, ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് വിലപിച്ചിട്ട് പറയും, കുഞ്ഞെ നീ ഒന്ന് താന്നു കൊടുക്ക്, നിന്റെ രക്ഷകൻ താന്നവനാണ്. നിന്റെ രക്ഷകൻ താന്നപ്പോൾ ഈ ദൈവം അവനെ അത്യധികം ഉയർത്തി, സ്വർഗത്തോളം ഉയർത്തി. അവനെ ഉയർത്തി ദൈവം. ഉയർത്തിയതിനൊറ്റ കാരണമേ ഉള്ളൂ, താന്നു കൊടുക്കാൻ തയ്യാറായി. താഴ്മയുള്ളിടത്ത് നമ്മുടെയൊക്കെ കാർന്നോമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? താഴ്ന്ന നിലത്താണ് നീരോടുക, താഴ്ന്ന നിലത്തെ നീരോടുകയുള്ളൂ. അതായത് എളിമയുള്ളിടത്ത് മാത്രമേ കൃപ വർഷിക്കപ്പെടുകയുള്ളൂ. എളിമപ്പെടാൻ സാധിക്കുന്നിടത്ത് സ്നേഹമുണ്ട്, കരുതുന്ന സ്നേഹമുണ്ട്, അവിടെ ഒരു തലോടലുണ്ട്, അവിടെ ഒരു ക്ഷമയുടെ അനുഭവമുണ്ട്, അവിടെ ഒരു സാരമില്ലെന്ന് വെക്കലിൻ്റെ അനുഭവമുണ്ട്, ഒരു പൊറുക്കലിൻ്റെ അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പൊറുക്കലിൻ്റെ അനുഭവം, ഈ ഒരു അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബം സ്വർഗമാവുകയുള്ളൂ. കുടുംബത്തോടൊപ്പം നിത്യതയിലെത്താൻ നമ്മുടെ പൗരത്വം എവിടെയാണോ അവിടെ എൻ്റെ കുടുംബത്തോടൊപ്പം, എൻ്റെ ഭവനത്തോടൊപ്പം, എൻ്റെ സമൂഹത്തോടൊപ്പം, ഞാനായിരിക്കുന്ന എൻ്റെ കൂട്ടായ്മയോടൊപ്പം നിത്യജീവനിൽ ഈ പൗരത്വം സ്വന്തമാക്കാനായിട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഓരോ കാലടികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഒരു സത്യം നമ്മെ മതിക്കട്ടെ, നമ്മെ ഭരിക്കട്ടെ, നമ്മെ നയിക്കട്ടെ. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. എൻ്റെ പൗരത്വം എന്ന് പറയുന്നത് ഇവിടെയല്ല. ഒരുപക്ഷെ ഞാൻ കേരളത്തിലാകാം, ഞാൻ ഇന്ത്യയിലാകാം, ഞാൻ ലോകത്തിൻ്റെ മറ്റേതൊരു നാട്ടിലാണ്, ഏതൊരു രാജ്യത്താകാം, എവിടെ ആയിക്കൊള്ളട്ടെ, എവിടെ എന്നുള്ളത് പ്രശ്നമല്ല. ഞാൻ ആയിരിക്കുന്നിടത്ത് എനിക്ക് പൗരത്വമില്ല. അവിടുത്തെ പൗരത്വം എനിക്ക് ഉറപ്പിക്കപ്പെട്ട പൗരത്വമല്ല. ഏത് നിമിഷത്തിലും വിസ അടിച്ചാൽ ഇവിടെ നിന്ന് പോകേണ്ട വ്യക്തിയാണ് ഞാൻ. പക്ഷേ ശാശ്വതമായൊരു പൗരത്വം എനിക്കുണ്ട്. ആ പൗരത്വം എനിക്ക് ഒരുക്കി വെച്ചിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഓടിയെത്തുന്ന സ്നേഹപിതാവിൻ്റെ മുമ്പിൽ ശിരസ് നമിച്ചിട്ട് ഇതാ ഞാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഒരു അവസരം കൂടെ തന്നില്ല, ഒരിക്കൽ കൂടെ കുറച്ച് സമയം കൂടെ എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ദൂതൻ സമയം തന്നില്ല എന്നൊക്കെ നമ്മൾ പാടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ ഇനി ഒരു സെക്കൻഡും കൂടെ ആവട്ടെ എന്ന് പറയാനില്ലല്ലോ. അതുകൊണ്ട് നിത്യതയിലേക്കുള്ള യാത്രയിൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ക്ഷമയുടെയും ദയയുടെയും നന്മയുടെയും വിശ്വസ്തതയുടെയും ആത്മസംയമനത്തിൻ്റെയും ഒരു ഭാവം
നമ്മിൽ നിറയണം. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറണം. അത് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് അഭ്യസിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിക്കാം. സ്നേഹിക്കാൻ പഠിപ്പിക്കണം, ക്ഷമിക്കാൻ പഠിപ്പിക്കണം. ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കൊച്ചു കാര്യം പറയാം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫോർമേഷനിൽ ഒരുപാട് നാം ശ്രദ്ധിക്കാനുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് തട്ടി, ഒരുപക്ഷെ അവൻ്റെ തല അവൻ്റെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും അവനൊന്ന് തട്ടി വീണു, അല്ലെങ്കിൽ ഓടിയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് മുട്ടി, ഉടനെ തന്നെ അവൻ കരയാൻ തുടങ്ങും. വലിയ അവൻ കരയുമ്പോൾ അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? അമ്മ എവിടെയാണോ അവൻ്റെ ശരീരം തട്ടിയത് അവിടെ ഒന്ന് അടിച്ചു കഴിയുമ്പോൾ ഒറ്റയടി അങ്ങ് കൊടുക്കുമ്പോൾ കൊച്ചു ശാന്തമായി, അവന് സന്തോഷമായി. കാരണം എന്താണ്? പ്രതികാരം ചെയ്തല്ലോ. ഈ പ്രതികാരം ചെയ്യാനുള്ള ഒരു പഠനം, ഒരു ഫോർമേഷൻ, ഒരു പരിശീലനം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നാം അവസാനിപ്പിക്കണം. എന്നിട്ട് ക്ഷമിക്കാൻ, സാരമില്ല, അവിടെ തട്ടിയോ, അവിടെ തല തട്ടിയോ, അവിടെ വീണോ, സാരമില്ല, ക്ഷമിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ നാം പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ. പ്രതികാരം ചെയ്തല്ല നാം ആശ്വസിക്കേണ്ടത്, ക്ഷമിക്കാൻ പഠിപ്പിച്ചും ആശ്വസിക്കാൻ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഠിക്കുന്ന ഒരു കുഞ്ഞ് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ആരെല്ലാം അവനെ വേദനിപ്പിച്ചാലും സാരമില്ല എന്ന് വെക്കാൻ ഒരു മനസ്സ് ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവനെ പ്രേരിപ്പിക്കും. അതിലേക്കുള്ള ഒരു വളർച്ച നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? വലിയ ദുരന്തങ്ങൾക്ക് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരാകാം. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ തിരുവചനം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾക്കറിയാത്തതുകൊണ്ട്. വളരെ വ്യക്തമല്ലേ? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലൊക്കെ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: യേശുവേ വരണമേ, വേഗം വരണമേ, മാറാനാത്ത വേഗം വരണമേ, യേശുവേ വരണമേ, വേഗം വരണമേ. എന്തിനാ വരുന്നത്? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരണമേ. ഈ പ്രാർത്ഥന നാം ദ്രുതഗതിയിൽ ചൊല്ലേണ്ടതാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് നാം പോലും അറിയാതെ ഒരു നെടുവീർപ്പ് പോലെ ആവർത്തിച്ച് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥനയാണ് മാറാനാത്ത, യേശുവേ വരണമേ, വേഗം വരണമേ, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേഗം വരണമേ. അങ്ങനെ ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിക്കും? ഏറെ സ്നേഹത്തോടെ നിത്യത നമ്മുടെ പൗരത്വത്തിലേക്ക്, നമ്മുടെ പൗരത്വം സ്വന്തമാക്കാൻ, നമ്മുടെ നിത്യതയിലേക്ക് നമ്മുടെ ഒരു കുതിച്ചുചാട്ടം, ഒരു സ്നേഹത്തോടെ കാഹളനാദം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ യാത്ര പുറപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. ആകയാൽ ജാഗ്രതയോടെ നമുക്കായിരിക്കാം. നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിചിന്തനം അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ശരീരത്തിൻ്റെ പ്രവണതയനുസരിച്ച് ജീവിക്കേണ്ടതല്ല ഞാൻ, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ പൗരത്വം ഇവിടെയല്ല, ഇവിടെ ഞാനൊരു പ്രവാസിയാണ്. ഈ പ്രവാസിയായിരിക്കുമ്പോൾ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ പൗരത്വം സ്വന്തമാക്കാൻ ജീവിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന വലിയ ബോധ്യത്തോടെ, ചിന്തയോടെ, നന്മ നിറഞ്ഞ ദിവസങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വചനം ജീവിതമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.